രാഹുലെ ഒരു 3000 ഗൂഗിൾ പേ ചെയ്യണം. എൻ്റെ 692 അവസാനം ഗൂഗിൾ പേ നമ്പർ ഞാൻ കിട്ടുമ്പോൾ അങ്ങ് എത്തിച്ചേക്കാം കേട്ടാ. എടാ ഇന്ന് തന്നെ ചെയ്യണേ, മറക്കരുത്. എടാ ആദർശേ, ഓ നിന്നെ ഇപ്പഴാ സമാധാനിയത്. ഇന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ട് നീ കാറിൽ പോകുന്ന ആ കാർ ഇടിച്ച് തകരണം. ഓ എനിക്കാണെങ്കിൽ ആ സ്വപ്നം കണ്ടത് മുതൽ നിന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ഓക്കെ, എന്തായാലും കണ്ട സ്ഥിതിക്ക് ഓ നീ സേഫാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം. ഓ ഏതായാലും കണ്ടതല്ലേ, എടുത്തൊരു 3000 മറിക്കാനുണ്ടാവും. നോക്കി എനിക്ക് ഇന്നലെ അത്യാവശ്യം ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നേക്കാൻ തിരിച്ച്. എടാ ദാസ, ഒരു 3000 രൂപ എങ്ങനെയും റെഡിയാക്കി തരണം. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിന് വരുന്നത്, ഒരു ഗിഫ്റ്റും മേടിച്ചിട്ടില്ല. ഒരു ഗിഫ്റ്റ് ഇല്ലാണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു വർഷം മൊത്തം പോകും. അപ്പോൾ നീ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം. എനിക്ക് ചോദിക്കാൻ അങ്ങനെ അധികം ഫ്രണ്ട്സിലാണ്, നിനക്കറിയാമല്ലോ. അപ്പോൾ നീ ഒന്ന് റെഡിയാക്കി എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് ഇട്ട്. എടാ ജബ്ബാറേ, ഒരു മിനിറ്റ്, എനിക്കൊരു 5000 രൂപ കടം വേണം. അടുത്ത മാസം എനിക്കൊരു 10 ലക്ഷം വരാനുണ്ട്. ബാങ്കിൽ കുറെ FD ഒക്കെ ഉണ്ട്, പക്ഷെ അത് പൊട്ടിക്കണ്ട. അതൊന്നും നിന്റെ അടുത്തൊന്നും പോകാൻ മേടിക്കാറില്ല. പൈസ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം ലക്ഷങ്ങളായിട്ട് വരും. പക്ഷെ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്. നീ അതൊന്നും ഒരു 5000 എങ്ങനെയെങ്കിലും സെറ്റാക്കി തരണം. എടാ ജിത്തു, എനിക്കൊരു 3000 രൂപ അത്യാവശ്യമുണ്ട്. നിനക്കറിയാലോ ഞാൻ അങ്ങനെ കടം മേടിക്കാത്ത കൂട്ടത്തിലാണെന്ന്. പക്ഷെ ഇതെനിക്ക് ഒരു രക്ഷയില്ല. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. പിന്നെ ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും അറിയിക്കണ്ട കേട്ടാ. എടാ ജോർജ്, നിനക്ക് മനസ്സിലായെന്നെ? എടാ നമ്മളെ എബിന്റെ കല്യാണത്തിന് കൂടിയില്ലേ, ഞാൻ എബിന്റെ ഫ്രണ്ട്, നീ എബിന്റെ ഫ്രണ്ട്, നമ്മളന്ന് പാർട്ടിക്ക് കണ്ടത്. എനിക്ക് തോന്നി നീ മറന്നു കാണുമെന്ന്. എടാ ഒരു 500 ഉണ്ടാവും നോക്കി കയ്യില്, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, നോക്കി ഉണ്ടാവും. എടാ ഹീര, നീ കഴിഞ്ഞ പോകുന്നുണ്ട് അടിപൊളി കാറാണല്ലേ എടുത്തത്. നല്ല സെറ്റപ്പ് വണ്ടി, ക്ലാസിക്, കണ്ടപ്പോ തന്നെ ക്ലാസിക് വണ്ടിയാന്ന് തോന്നി. എല്ലാ രീതിയിലും അതിന്റെ ബോണറ്റും ഡാഷ് ക്യാമും ഒക്കെ സൂപ്പറായിരുന്നു. എനിക്കത് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി. എന്തായാലും വണ്ടി കലക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ടുണ്ട്. സൂപ്പർ, ഒന്നും പറയാനില്ല. എടാ നിന്റെ അടുത്തൊരു 3000 രൂപ മറിക്കാനുണ്ടാവും. താങ്ക്സ് ഡാ. പിന്നെ എടാ എപ്പോഴാണ് നീ ലിഫ്റ്റ് ചെയ്യുന്നത് ആ വണ്ടിയിൽ? എന്റെ കാറിൽ ലിഫ്റ്റ് ഇട്ടാൻ വേണ്ടി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു നീ അടിപൊളി കാർ എടുത്തേക്കണേന്ന്. എടാ അപ്പൊ വിളിക്കണോട്ടാ. അമ്മുകുട്ടി, ഒരു 2000 ഉണ്ട് അവിടെ മറിക്കാനായിട്ട്. എടീ എന്നും പറയണ പോലെയല്ല, ഇത്തവണ ഞാൻ എന്തായാലും തിരിച്ചു തന്നിരിക്കും. നിന്നെല്ലാം അവിടെ എത്ര പോക്കറ്റ് മണിയാണ്. അച്ഛൻ തരുന്ന പോക്കറ്റ് മണി, അമ്മ തരുന്ന പോക്കറ്റ് മണി, ചേട്ടൻ തരുന്ന പോക്കറ്റ് മണി എല്ലാം ഉണ്ടാവൂലേ. ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും. ഒന്ന് റെഡിയാക്കി തരണടി. പിന്നെ നീ അത്യാവശ്യം നന്നായിട്ട് മിനിങ്ങിയിട്ടുണ്ടല്ലോ, ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് സുന്ദരിയായിട്ടുണ്ട്. എടാ രാവിലെ നീ ആകെ കഷ്ടത്തിലാണ്, എന്തു പറയാനാണ്. ഈ മാസം മഴ പെയ്തിട്ടാണെങ്കിൽ മഴവെള്ളം കയറി വീട്ടിലെ എല്ലാ ഫർണിച്ചറും പോയി. ഇനി ഒന്നും ബാക്കിയില്ല. കയ്യിലുള്ള സാലറിയും അവളുടെ താലിമാല എല്ലാം കൊണ്ട് വെച്ചിട്ടാണ് ഇപ്പം പുതിയ ഫർണിച്ചർ വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ 15-ാം തീയതി, ഇനി ഈ മാസം കൊണ്ട് നടക്കണമെങ്കിൽ ഇനിയും ഒരു 5000 കുറഞ്ഞത് വേണം. അങ്ങനെ ആകെ കഷ്ടത്തിലാണ്. നീ എനിക്ക് എങ്ങനെയെങ്കിലും 5000 റെഡിയാക്കി തരും. ഞാൻ സാലറി ഇട്ട് അങ്ങ് എത്തിച്ചേക്കാം. എടാ ജിബിനെ, എടാ 5000 ഉണ്ടാവും മറിക്കാനായിട്ട്. എടാ ഇല്ലാതൊന്നും പറയില്ലടാ, ഒരു 3000 എങ്കിലും റെഡിയാക്കി താ, അത്യാവശ്യമാണ്. ബാക്കി 2000 ഞാൻ എങ്ങനെ ഒപ്പിച്ചോളാം. ഉണ്ടാവൂടാ, ഒന്ന് നോക്ക്. ശരി, ഒരു 2000 എങ്കിലും താ, അത്യാവശ്യമായതുകൊണ്ടാണ്. നീ നോക്ക്, നീ ഇങ്ങനെ പറയില്ല, നീ എപ്പോഴും ഇങ്ങനത്തെ ബുദ്ധിമുട്ടാണല്ലോ പറയുന്നത്. ശരി, 1500 എങ്കിലും 1500 കിട്ടിയത് ശരി. താങ്ക്സ് ഡാ, ഞാൻ തന്നേക്കാം, തിരിച്ചു തന്നേക്കാം. ഈ നക്കിയെടുത്ത് ഒരു 1000 കിട്ടണമെങ്കിൽ 5000 തുടക്കത്തിൽ പറയണം. അവൻ കുറച്ച് അങ്ങനെ അവസാനം 1000 കൊണ്ടൊന്ന് നിർത്തും. 1500 കിട്ടി, ഭാഗ്യം. വിവേകെ, നിന്റെ അടുത്തുനിന്ന് മേടിച്ച പൈസ എനിക്ക് ഓർമ്മയുണ്ട്, 5000 അല്ലേ. ഞാൻ ഈ മാസം തന്നെ സെറ്റാക്കും. അതിനുള്ള വഴികൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 2000 കൊണ്ട് തരണം. എല്ലാം ചേർത്തിട്ട് 7000 ആയിട്ടാണ് തിരിച്ചു തന്നേക്കാം. ഈ മാസം അവസാനം എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ്, ഒന്നും മേടിക്കണ്ട. 2000 കൂടി തരിക, 7000 അടിച്ച് തന്നേക്കാം. എടാ മാറ്റി അവിടെ ഇരുന്നേ, എനിക്കൊരു 5000 രൂപ കടം വേണം, അത്യാവശ്യടാ. പിന്നെ നീ എന്തായാലും എൻ്റെ അടുത്തുനിന്ന് ഒരു 3000 മേടിച്ചിട്ടുണ്ടല്ല, ഞാൻ അതും കഴിച്ചിട്ട് 2000 തിരിച്ചങ്ങ് തന്നേക്കാം. അടുത്ത 1-ാം തീയതി തരുള്ളൂ, അത്യാവശ്യമാണ്. ഒഴിവൊന്നുമില്ല, നീ ഇപ്പം തന്നെ തരണം. എനിക്ക് അത്യാവശ്യമായത് നിന്നെ തന്നെ വിളിച്ചത് പറഞ്ഞത്. ശരി. ഇത്രയും നാളെ ഈ പൈസ മേടിക്കാൻ ഇപ്പം എൻ്റെ പുറകെ നടക്കുന്നു. ഇനി 2000 മേടിക്കാൻ ഇന്ന് എൻ്റെ പുറകെ നടക്കട്ടെ. ചോദിക്കുമ്പോഴൊക്കെ വേറെ ഡേറ്റ് പറഞ്ഞ് നീട്ടി കൊണ്ടുപോകും.